സർ, പാക് സൈനിക വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി വീണ്ടും ഒരു അതിക്രമം. പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു ആക്രമണമല്ലേ അത്? അതായത് ഇത് നോർത്ത് വസീറിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ, അവിടെ എപ്പോഴും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ബലൂചിസ്ഥാൻ പോലെ. അതെ, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ആണ് നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടകങ്ങൾ നിറച്ച വാഹനവുമായിട്ട്, ട്രക്കുമായിട്ട് ഒരു ചാവേർ കയറുകയാണ്. എന്നിട്ട് സ്ഫോടനം നടന്നിട്ട് 16 പാകിസ്ഥാൻ ഭടന്മാർ കൊല്ലപ്പെട്ടു, 24 പേർക്ക് പരിക്ക് പറ്റി. വല്ലാത്തൊരു സംഭവമാണത്. അപ്പോൾ ഈ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ വടക്കൻ വസീറിസ്ഥാനിലെ മിർ അലി, ആ മേഖലയിലാണ് ഈ സംഭവം. പരിക്കേറ്റ പട്ടാളക്കാരെ എയർലിഫ്റ്റ് ചെയ്ത് മിലിറ്ററി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഖൈബർ പഖ്തൂൺഖ്വ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചാവേർ ബോംബാക്രമണമായിരുന്നു എന്നാണ്. ഹ്യൂജ്, ബിഗ് ബാങ് എന്നൊക്കെ ഇംഗ്ലീഷ് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. വളരെ വലുതായിരുന്നു, വലിയ സ്ഫോടനവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. വീടുകൾക്കും കടകൾക്കും ഒക്കെ വല്ലാതെ കേടുപറ്റിയിട്ടുണ്ട്. 2 വീടുകളുടെ മേൽക്കൂര താഴേക്ക് വീണിട്ട് 6 കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പല വീടുകളുടെയും കുറച്ച് കിലോമീറ്റർ അപ്പുറത്തുമൊക്കെ ജനാലയുടെ പാളികളിൽ അതൊക്കെ പൊളിഞ്ഞ് താഴെ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പല ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കും ഇത് പ്രവർത്തിക്കാവുന്നൊരു സ്ഥലമായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്നുണ്ട്. 2 വശവും ഇന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. 2 വശവും അഫ്ഗാനിസ്ഥാനിലുമുണ്ട് ഭീകരന്മാർ, പാകിസ്ഥാനെതിരെ താവളങ്ങളുണ്ട് അവർക്ക്. ഈ അതിർത്തിക്ക് ഇപ്പുറത്തും ഖൈബർ പഖ്തൂൺഖ്വയിലും ഉണ്ട്. അങ്ങനെ ഖൈബർ പഖ്തൂൺഖ്വ പാകിസ്ഥാന് വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഭീകരരുണ്ട്. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഭീകരരുടെ ക്യാമ്പുകൾ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്രമണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ 2-3 മാസം മുമ്പ് ഈ വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തി. പൗരന്മാർക്കും കുട്ടികൾക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പരിക്കേറ്റു. ചില കുട്ടികളും സ്ത്രീകളും മരിച്ചുപോയി, കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വാർത്ത വന്നിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഈ തെഹ്രീക്ക് താലിബാൻ ഉണ്ടല്ലോ, TTP, കുറെ ചെറുകിട ഭീകര സംഘങ്ങളുടെ ഒരു അംബ്രല സംഘടനയാണ് ഈ TTP എന്ന് പറയുന്നത്. ആ TTPയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ചാവേറാണ് ഇത് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാൻ താലിബാൻ്റെ TTPയുടെ ഹാഫിസ് ഗുൽ ബഹദൂർ ഗ്രൂപ്പ് ആണ് ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നതെന്ന് ഒരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അതേസമയം മുഫ്തി സാദിഖ് നൂർ താഹ നേതൃത്വം കൊടുക്കുന്ന അസ്വദ് അൽ ഹർബ് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇതൊക്കെ TTPയായി ബന്ധപ്പെട്ടതാണ് എന്ന് വാർത്തകളിൽ വരുന്നുണ്ട്. ഈ മുഫ്തി സാദിഖ് നൂർ നേതൃത്വം നൽകുന്ന അസ്വദ് അൽ ഹർബ് എന്ന് പറഞ്ഞ സംഘടന TTPയുടെ ഇത്തിഹാദ് ഉൽ മുജാഹിദ്ദീൻ പാകിസ്ഥാൻ IMP അതുമായി ബന്ധപ്പെട്ട ചെറിയ ഗ്രൂപ്പാണ്. അത് ഖവാരിജ് പോരാളികൾ ആണ്, ഒരു പോരാളിയാണ് ഇത് ചെയ്തത് എന്നും വാർത്തകളിൽ പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ താലിബാൻ, TTP, തെഹ്രീക്ക് ഈ പാകിസ്ഥാൻ, അവരാണ് ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നത്. 2021 മുതൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ, അതായത് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടില്ലേ, ആ വർഷമാണത് 2021. ആ കാലം മുതൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാന് താലിബാനിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, TTPയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വർഷം ആദ്യം മുതൽ ഇതുവരെ ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലുമായിട്ട് 290 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആക്രമണങ്ങളിൽ. മിർ അലിയിൽ ഇതിപ്പോൾ നടന്നിരിക്കുന്ന മിർ അലിയിൽ ഗദ്ദി മാർക്കറ്റ്, അതിൽ കൂടി പട്ടാള
വ്യൂഹം പോകുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തെക്കൻ വസീറിസ്ഥാനിലെ ലത്തായ് സാറിൽ ഇതേ സമയം ഒരു പട്ടാള റോന്ത് ചുറ്റുന്ന വണ്ടികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഭടന്മാരൊന്നും കൊല്ലപ്പെട്ടില്ല, 5 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ തെക്കൻ വസീറിസ്ഥാനിലും വടക്കൻ വസീറിസ്ഥാനിലും ഏതാണ്ട് ഒരേ സമയം ആക്രമണങ്ങൾ TTPയുടെ നടന്നിട്ടുണ്ട്. അപ്പോൾ മാർച്ച് ആദ്യം 10 പോരാളികളെ, TTPയുടെ ഒക്കെ പോരാളികളെ പട്ടാളം കൊന്നിരുന്നു, ഈ തെക്കൻ വസീറിസ്ഥാനിൽ കൊന്നിരുന്നു. അപ്പോൾ ഫ്രോണ്ടിയർ കോർ, പട്ടാളത്തിൻ്റെ ഫ്രോണ്ടിയർ കോറിനെതിരെ ഒരു ചാവേർ ആക്രമണം നടന്നപ്പോഴാണ് 10 പേരെ ഈ TTP ഭീകരരെ ഇവർ കൊന്നത്, പട്ടാളം. അപ്പോൾ അതിന് മറുപടിയായിട്ടായിരുന്നു ആ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയിട്ട് 21 പട്ടാളക്കാരെയൊക്കെ കൊന്നത്. അപ്പോൾ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളം ഉടനെ ഇപ്പോൾ ഈ നടന്ന ആക്രമണം ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് ഇതിലൊന്നും പങ്കില്ല, പാകിസ്ഥാൻ്റെ ആഭ്യന്തര സംഘർഷത്തിൻ്റെ ഭാഗമാണിതെന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തെഹ്രീക്കെ താലിബാൻ അതിൻ്റെ ഒരു സ്വാധീനം ശരിക്കും പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതല്ലേ? ഈ അഫ്ഗാൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഈ താലിബാൻ്റെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും ആർമിയെ ഇങ്ങനെ തീർക്കാനായിട്ട് അവർ തയ്യാറായി നിൽക്കുന്നു എന്നൊരർത്ഥം കൂടെ അതിനില്ലേ? അതായത് ഇതിൻ്റെ അകത്ത് ഈ സാധാരണഗതിയിൽ ഈ പോരാളികൾ ആണല്ലോ ചാവേർ ആക്രമണം നടത്തുന്നത്. അതെ, പാകിസ്ഥാൻ പട്ടാളം ചാവേർ ആക്രമണം നടത്തില്ലല്ലോ. ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് ചാകാനായിട്ട് താല്പര്യമില്ലല്ലോ, ഒരു പട്ടാളക്കാരനല്ലേ. അപ്പോൾ അതുകൊണ്ട് അവര് ഈ ബലൂചിസ്ഥാനിലും ഒക്കെ ഈ IS-ന്റെ ആളുകളെ തട്ടിക്കൂട്ടി ചാവേർ ആക്രമണം ഇപ്പം നടത്തി തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ പട്ടാളം IS-നെ ഉപയോഗിച്ചിട്ട് ബലൂചിസ്ഥാനിൽ ചാവേർ ആക്രമണം, ബലൂചി പോരാളികൾക്കെതിരെ, അങ്ങനൊരു സംഭവം അടുത്ത കാലത്ത് ഉണ്ടായി. ഒരു ചാവേർ ആക്രമണം പട്ടാളം സംഘടിപ്പിച്ചത്. അപ്പോൾ തിരിച്ച് ഉള്ള ആക്രമണങ്ങളും അങ്ങനത്തെ പ്രതീക്ഷിക്കണം. സൈനിക കേന്ദ്രങ്ങളിൽ ഇനി നടക്കും അത് തിരിച്ച്. കാരണം അങ്ങനൊരു ചാവേർ ആക്രമണം നടന്ന് ബലൂചിസ്ഥാനിൽ നടന്നൊരു റാലിയിലേക്കൊരു ചാവേർ അങ്ങനെ കയറി. അപ്പോൾ അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തിന് ഈ ചാവേർ ആക്രമണം എങ്ങനെ ചെറുക്കുന്നുള്ളത് പിടിയില്ലായിരുന്നു. അപ്പോഴാണ് IS-കാരെ, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളുകളെ ഉപയോഗിക്കാം എന്ന് വന്നത്. അടുത്ത കാലത്ത് IS-ന്റെ ഒരു ലഘുലേഖ 100 പേജുള്ളത്, 100 പേജുള്ളതെന്ന് പറയുമ്പോൾ ലഘുലേഖ എന്ന് പറയാനും പറ്റില്ല, അതെ, പുസ്തകം എന്ന് പറയേണ്ടി വരും. അതിൻ്റെ അകത്ത് ഇന്ത്യക്കെതിരെ ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുസ്തകമൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവരുടെ ചാവേർ ആക്രമണത്തിനെതിരെ പാകിസ്ഥാൻ ചാവേറുകളെ ഇറക്കി വിട്ടാൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ബലൂച്ച് പോരാളികളുടെയും TTPയുടെ ഒക്കെ കൂടുതൽ ചാവേർ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങൾക്കും സൈനിക വാഹന വ്യൂഹങ്ങൾക്കും നേരെ ഉണ്ടാകും. അതിനുള്ള തെളിവാണ് ഇപ്പോൾ ഇന്നലെ ഈ 16 പാക് ഭടന്മാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഖൈബർ പഖ്തൂൺഖ്വയിൽ നടന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.